ഈ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട എന്തോ ഒരു സംഭവം, സുപ്രധാന വിധി വന്നിട്ടുണ്ട്. എന്താണത്? തീർച്ചയായിട്ടും ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ പലരും തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ള ഒരു കോഴ്സ് കൂടിയാണ്. പ്ലസ് ടുവിന് സയൻസ് എടുക്കുന്ന കുട്ടികൾക്കൊക്കെ നഴ്സിംഗ് പഠിക്കാം, നഴ്സിങ്ങിന് പോവാം എന്നുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നേഴ്സ് പഠിക്കുന്നവർക്ക് ഒരുപാട് ശമ്പളമൊക്കെ കിട്ടുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നഴ്സിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നതും. എങ്ങനെയും പ്ലസ് ടു ജയിച്ച് കയറുക, നഴ്സിംഗ് പഠിക്കുക എന്നുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ എടുക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ അത്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്ലസ് ടു എക്സാമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനായാലും ഇന്ത്യയിൽ പഠിക്കാനായാലും ഒക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഒരു സുപ്രധാനമായ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നത്. നഴ്സിംഗ് കോളേജുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം ആവശ്യമില്ല. സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതിയും കർണാടക ഹൈക്കോടതിയും രംഗത്തെത്തിയിരിക്കുക. അതായത് ഇനി നഴ്സിംഗ് കോളേജുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ആവശ്യമില്ല എന്നുള്ള ഒരു സുപ്രധാന വിധി. ഇത് ചിലപ്പോൾ പല നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും അറിയാത്ത കാര്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ മീഡിയ മലയാളം വഴി കുട്ടികളുടെ അടുത്തത് എത്തിക്കുന്നത്. അപ്പോൾ പറയുന്നത്, രാജ്യത്തെ ഒരു നഴ്സിംഗ് കോളേജിനും അംഗീകാരം നൽകാൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുന്നത്. ഈ ഉത്തരവ് നിലനിൽക്കെ തന്നെ തുടർച്ചയായി കോളേജുകളുടെ പട്ടിക ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനും അതിൻ്റെ ഭാരവാഹികൾക്കുമെതിരെ കോടതി അലക്ഷ്യ നടപടിയെടുക്കാൻ കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സംസ്ഥാന സർക്കാരും സംസ്ഥാന നഴ്സിംഗ് കൗൺസിലും ബന്ധപ്പെട്ട സർവകലാശാലയുമാണ് നഴ്സിംഗ് കോളേജുകൾക്ക് അംഗീകാരം നൽകേണ്ടത്. അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അല്ല അംഗീകാരം നൽകേണ്ടത്. ഇവർക്ക് അംഗീകാരം നൽകേണ്ടത് സംസ്ഥാന സർക്കാരും സംസ്ഥാന നഴ്സിംഗ് കൗൺസിലും ബന്ധപ്പെട്ട സർവകലാശാലയുമാണ് ഈ നഴ്സിംഗ് കോളേജുകൾക്ക് അംഗീകാരം നൽകേണ്ടത്. ഇത് സംബന്ധിച്ച് കർണാടകയിലെ രാജീവ് ഗാന്ധി സർവകലാശാലയും പുതിയ സർക്കുലർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൻ പ്രകാരം നഴ്സിംഗ് പഠനത്തിന് INC അംഗീകാരം ആവശ്യമില്ല എന്നും, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ആവശ്യമില്ല എന്നും രാജീവ് ഗാന്ധി സർവകലാശാലയുടെയും സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൻ്റെയും അംഗീകാരം മാത്രം മതിയെന്നും സർവകലാശാലയും വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വ്യാജ നഴ്സിംഗ് കേന്ദ്രങ്ങൾ, അതായത് വ്യാജ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തുടങ്ങാനുള്ള സാധ്യത കാണില്ലേ? ഇപ്പോൾ ഇത്തരത്തിലൊരു ഇത് വന്നു കഴിഞ്ഞാൽ, ഒരു വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതുപോലെ ഈ വ്യാജമായ രീതിയിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങാനുള്ള സാധ്യത കാണുന്നില്ലേ? അത്ര ഈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട നഴ്സിംഗ് കൗൺസിലർമാരും സർവകലാശാലയും ബന്ധപ്പെട്ട് അംഗീകാരം നൽകാം. അല്ലാത്ത വരുന്നതൊക്കെ ഈ വ്യാജമാണ്. കർണാടകയിൽ ബാംഗ്ലൂരിലൊക്കെ ചെന്ന് പലതും പഠിക്കുന്നത് ചിലപ്പോൾ അംഗീകാരം ഉള്ളതായിരിക്കില്ല. അറിയുമ്പോഴായിരിക്കും പിള്ളേർ അറിയുന്നത്. അങ്ങനെ ചതിയിൽപ്പെട്ട പല കുട്ടികളും ഒരുപാട് കുട്ടികളുണ്ട്. അത് PSCക്ക് ഒന്നും അയക്കാനോ അല്ലെങ്കിൽ ഗൾഫിൽ പോലും പറ്റാത്തതുണ്ട്. ഇവിടെ പറയുന്നത് ഈ INC അംഗീകാരം ഉണ്ടെന്ന് കള്ളം പറയും ചില കോളേജുകൾ. എന്നിട്ട് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ അമിത ഫീസ് ഈടാക്കുന്ന കോളേജുകൾക്ക് ഈ ഉത്തരവ് ഒരു തിരിച്ചടിയാണ്. അതായത് ഞങ്ങൾക്ക് INC അംഗീകാരമുണ്ട്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കോളേജുകളിൽ വലിയ ഫെസിലിറ്റി ഉണ്ട്, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ സമയമാകുമ്പോൾ പല ബാംഗ്ലൂരിലുള്ള കോളേജുകളുടെ പ്രൊമോഷൻസ് നമ്മൾ കാണും. പിന്നെ കർണാടകയിലുള്ള, ഡൽഹിയിലുള്ള, അങ്ങനെ ഒരുപാട് കോളേജുകളിലെ എന്താ പറയുക പ്രൊമോഷൻസ് ഒക്കെ കാണും. അതിൽ ഭയങ്കര സംഭവങ്ങളാണ് പറയുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിങ്ങിൻ്റെ അംഗീകാരം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് മികച്ച രീതിയിലുള്ള പഠനമാണ്, മികച്ച പ്രവർത്തനങ്ങളാണ് ഇവിടെ കുട്ടികൾ കാഴ്ചവെക്കുന്നത്, എല്ലാ സൗകര്യങ്ങളുമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പലപ്പോഴും കുട്ടികളെ ഇതിലേക്ക്. പിന്നെ ഫീസ് ഈ കേരളത്തിൽ പഠിക്കുന്നതിനേക്കാളിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതിനേക്കാളും വളരെ കുറവുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് കുട്ടികൾ പോയി വീഴുമ്പോഴായിരിക്കും ഈ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഒന്നാമത് വേണ്ട, സംസ്ഥാന സർക്കാരിൻ്റെയും നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരവും മതി, എന്നെ അതുമായി ബന്ധപ്പെട്ട സർവകലാശാലയുടെ അംഗീകാരവും മതി, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം വേണ്ട. ഇതുണ്ട് എന്ന് പറഞ്ഞാണ് പലരും ഇത് ദുരുപയോഗം ചെയ്യുന്നത്. ഇനി മുതൽ രക്ഷിതാക്കൾക്ക് യൂണിവേഴ്സിറ്റിയുടെയും സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഏതൊരു കോളേജിലും പേടി കൂടാതെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതായത് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുണ്ടോ അത് നമ്മൾ അന്വേഷിക്കണം. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുപോയി പഠിക്കുമ്പോൾ കേരളത്തിൽ ഇത്തരം തട്ടിപ്പുകൾ വളരെ കുറവാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്നത് കേരളത്തിന് പുറത്താണ് ഇത് കൂടുതലായി വരുന്നത്. അപ്പോൾ ഇനി ഈ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ ആലോചിക്കേണ്ടത് INC ആവശ്യമില്ല. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെയും നഴ്സിംഗ് കൗൺസിലിൻ്റെയും അതുമായി ബന്ധപ്പെട്ട സർവകലാശാലയുടെയും അംഗീകാരമുണ്ടോ എന്നാണ് നോക്കേണ്ടത്.
മാത്രമല്ല ഇത് നഴ്സിംഗ് കൗൺസിലിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും അംഗീകാരമുണ്ടോ? യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ഇതിനുണ്ട്. അത് നമ്മളിപ്പോൾ നെറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ടോ? ഏത് സ്ഥലത്താണോ പഠിക്കുന്നത് അവിടുത്തെ സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ടോ? അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുണ്ടോ? ഇതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നേഴ്സിംഗ് പഠിക്കാം. ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഉത്തരവാണ്. അതായത് സുപ്രീം കോടതി ഹൈക്കോടതിയും പറയുന്നത് നഴ്സിംഗ് കോളേജുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗ് അംഗീകാരം ആവശ്യമില്ല. ഇതാണ് സുപ്രീം കോടതിയും കർണാടക ഹൈക്കോടതിയും പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾ ആദ്യം ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ? അതിന്റെ ആവശ്യം ഇനി ഇല്ല എന്നാണ് കോടതി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ഈ നഴ്സിംഗ് കൗൺസിലിന്റെ ഒക്കെ ഈ പല റെക്കമെൻഡേഷനിലും ഒക്കെ ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് ഞങ്ങൾക്കിവിടെ INC ഇവിടെ അംഗീകാരമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി വരൂ, നമുക്കിവിടെ നന്നായിട്ട് നല്ല വിദ്യാഭ്യാസമുണ്ട്, ക്യാൻറ്റീൻ സൗകര്യമുണ്ട്, പിന്നെ നഴ്സിംഗ് കുട്ടികളെ കൊണ്ടുപോകാനും വരാനും ബസ്സുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തും. അപ്പോൾ ഈ INC അംഗീകാരം എന്ന് പറയുമ്പോൾ പലരും അതിലേക്ക് ചെന്ന് വീഴും. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഭയക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ് ചെന്ന് വീഴും. പക്ഷെ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം അല്ല വേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെയും അതാത് സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൻ്റെയും അതായത് യൂണിവേഴ്സിറ്റിയുടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജുകളാണോ നിങ്ങൾ BSc നഴ്സിംഗിനോ അല്ലെങ്കിൽ നഴ്സിംഗ് പഠനത്തിനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് മാത്രം നോക്കുക എന്നുള്ളതാണ്. കാരണം ഈ പലപ്പോഴും ഈ ഇപ്പം നഴ്സിംഗ് പഠനം എന്ന് പറയുന്നത് പണ്ട് എഞ്ചിനീയറിംഗ്മാരും MBBSമാരുമാണ് ഈ ഒരുപാട് +2 കഴിഞ്ഞാൽ സയൻസ് ഗ്രൂപ്പ് എടുത്താൽ ഏറ്റവും കൂടുതൽ പോകുന്നത് എഞ്ചിനീയറിംഗും MBBSുമാണ്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ അഡ്മിഷൻ കിട്ടാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെറിറ്റിൽ കിട്ടാനേ 90% മാർക്ക് നേടിയവർക്ക് പോലും കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ്. അത് മാത്രമല്ല ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പഠിക്കണമെങ്കിൽ 10-12 ലക്ഷം രൂപയാണ് ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം ഈ പലപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ആവറേജിൽ നിൽക്കുന്ന ഫാമിലിയിലുള്ള പെൺകുട്ടികളാണ് കൂടുതലായി നേഴ്സിങ്ങിന് പോകുന്നത്. കാരണം അവർക്ക് വിവാഹത്തിനും മറ്റു കാര്യങ്ങൾക്ക് പിന്നീടുള്ള ജീവിതത്തിനുമൊക്കെ ഒരു സുരക്ഷിതത്വം കിട്ടുന്നൊരു തൊഴിലാണ് നേഴ്സിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി നേഴ്സിംഗ് പഠിച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. അതോടൊപ്പം വിവാഹം കഴിഞ്ഞാലും അവർക്ക് സ്വന്തമായി ജീവിക്കാനുള്ള പൈസയും ഒക്കെ കിട്ടും. അതുമാത്രമല്ല വിദേശത്തുള്ള ഒരാളുടെ വിവാഹാലോചന വന്നാലും കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ നാട്ടിലുള്ള ജോലിയാണെങ്കിലും അയാളെ കൂടെ കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കൂലിപ്പണിക്കാരായ അച്ഛനമ്മമാരായിരിക്കും. സ്വാഭാവികമായിട്ട് ഈ 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ മെറിറ്റിൽ ഇവർ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു വരുന്ന 90% മാർക്ക് വാങ്ങിയാലും ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ എഴുതി വരുമ്പം കിട്ടില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഡിമാൻഡാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ 12 ലക്ഷം രൂപയോളമാണ് നഴ്സിംഗ് പഠിച്ചെടുക്കാൻ വേണ്ടി വരിക. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടാണ് ആ പൈസ. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം സർക്കാരുകളുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ ഇനി എല്ലാവരുടെയും ഒരു ശ്രദ്ധ വേണ്ടത് INCയുടെ അംഗീകാരം ഇല്ലെങ്കിൽ പോലും നിങ്ങളതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം INCയുടെ അംഗീകാരം ആവശ്യമില്ല എന്ന് കർണാടക ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് യൂണിവേഴ്സിറ്റിയുടെയും അതാത് സംസ്ഥാനത്തെ നഴ്സിംഗ് കൗൺസിലിൻ്റെയും അംഗീകാരമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ കോളേജുകൾ തിരഞ്ഞെടുക്കുക.